അയ്യപ്പേട്ടാ, EMS സ്മൃതി വിഭാഗത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ത്വരിതഗതിയിൽ നടത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഷംസീർ. അതൊക്കെ വളരെ നല്ല കാര്യം തന്നെ. പക്ഷേ അദ്ദേഹം ചെയ്തിരിക്കുന്നത് 82 ലക്ഷം രൂപ വകയിരുത്തിയ ഒരു സംഭവം. അത് പെട്ടെന്ന് 3 ഇരട്ടി ഉയർത്തിയിട്ട് 2.25 കോടിയാക്കി കൊടുത്തു. അപ്പൊ അത്രയും കോടി അവിടെ അധികമായിട്ട് വരികയാണ്. മാത്രമല്ല, മറ്റൊരു കാര്യം, ധനവകുപ്പിന് കാർ വാങ്ങാൻ 72 ലക്ഷം കൂടി അനുവദിച്ചിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്നത്, ഇത്രയും കോടിയും ലക്ഷവും ഒക്കെ അനുവദിക്കുമ്പോൾ ഇവരുടെ കണ്ണിൽ മത്ത കുത്തിയിട്ടുണ്ടോ? ഈ ആശാ വർക്കർമാരെ വിളിച്ച് കമ്മീഷൻ പഠിക്കാൻ വേണ്ടി കമ്മീഷൻ വെക്കാമെന്ന് പറയുമ്പോൾ സമയം കിട്ടിയില്ല. മാത്രമല്ല, അവരുടെ ആവശ്യം വളരെ കൃത്യമാണ്. പിന്നെ അവിടെ ഒരു കമ്മീഷൻ വെക്കാമെന്നൊക്കെ പറഞ്ഞ് പറ്റിക്കാമെന്ന് വിചാരിച്ച ഏറ്റവും താഴെക്കിടയിൽ ജോലി ചെയ്യുന്ന അവരെ പൊട്ടന്മാരാക്കാമെന്നാണ് വിചാരിച്ചത്. അവര് ഏറ്റവും അടിസ്ഥാന വിഭാഗങ്ങൾക്കിടയിൽ ജോലി ചെയ്യുന്നവരാണ്. അവർക്ക് തീരെ ബുദ്ധി ഇല്ലാത്തതുകൊണ്ടല്ല, അവർക്ക് ബുദ്ധി ഉള്ളത് കൊണ്ടാണ് ഈ മേൽത്തട്ടിലേക്ക് ഇവർക്ക് പ്രവർത്തിക്കാൻ പറ്റുന്നത്. അപ്പൊ അവരെ അപമാനിക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പൊ അവരെ കൺമുമ്പിൽ അവർ രാത്രി സമരം ഒക്കെ നടത്തിയിട്ടും അവരെ കാണാൻ കഴിയില്ല, അവർക്കുള്ള ഫണ്ട് വകയിരുത്താനും കഴിയില്ല. എന്ന് മാത്രമല്ല, പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും ഇവർക്ക് വേണ്ടി അധിക തുക നീക്കിവെക്കാമെന്ന് പറഞ്ഞപ്പോൾ അതുപോലും ഏകോപിപ്പിച്ച് കൃത്യമായ ഒരു രീതിയിൽ കൈകാര്യം ചെയ്ത് ഈ സമരത്തെ തീർക്കാൻ പോലും ഈ പാർട്ടി മുതിർന്നില്ല എന്നുള്ളതാണ്. ഈ ഭരണകൂടം മുതിർന്നില്ല. അതേ പാർട്ടിയാണ് 3 ഇരട്ടിയിലധികം തുക വർദ്ധിപ്പിച്ച് ഈ സ്മൃതി ഭവനത്തിനും എന്താ പറയുക ധനവകുപ്പിന് കാർ വാങ്ങാനും ഒക്കെ ഫണ്ട് അനുവദിച്ചിരിക്കുന്നത്. അതായത് ഇതിലിപ്പോൾ നമുക്ക് ഈ കഴിഞ്ഞ ഒരു 10 വർഷത്തിനകമാണ് ഊരാളുങ്കൽ എന്ന് പറഞ്ഞ് പറയുന്ന ഒരു CPM-ന്റെ വെള്ളാന. അതായത് CPM-ന് ഈ വർക്കുകൾ ഇപ്പോൾ സർക്കാരിൽ നിന്നുള്ള ഇത്രയും കാശ് കൊടുക്കുമ്പോൾ ഇപ്പോൾ ഈ പറയുന്നത് ആർക്കൊക്കെയോ ഒരു കമ്മീഷൻ തുക സർക്കാരിന് കൊടുക്കാനുണ്ട്. ഊരാളുങ്കലിന് എനിക്കോ പ്രജിതയ്ക്കോ 10 കൊല്ലം മുമ്പ് അറിയുമോ എന്ന് എനിക്കറിയില്ലായിരുന്നു. സത്യം പറഞ്ഞാൽ തിരുവനന്തപുരത്തുകാരനായി എനിക്കറിയില്ല ഇങ്ങനെ വർക്ക് കൺസ്ട്രക്ഷൻ ചെയ്യാൻ. കോഴിക്കോട് വർക്ക് ചെയ്യുമ്പോൾ വടകര ഇവരുടെ ഓഫീസിൽ എന്നെ ഒരു പയ്യൻ പറഞ്ഞത് ഇതാണ് ഊരാളുങ്കലിൻ്റെ പറഞ്ഞ് എൻ്റെ ഒരു സുഹൃത്ത് കാണിച്ചതെന്ന് എനിക്കറിയാം. വടകരയാണ് ഇവരുടെ ഓഫീസ്. അപ്പോൾ അതേപോലെ ഊരാളുങ്കൽ പോലെ ആർക്കൊക്കെയോ കുറച്ച് കാശ് മറിച്ച് കൊടുക്കാൻ അങ്ങോട്ട് കൊടുക്കുക. ചില ഭരണത്തിലിരിക്കുമ്പോഴൊക്കെ തന്നെ അവർക്ക് വേണ്ടപ്പെട്ട കണ്ണൂരുള്ള ആൾക്കാർക്ക് പോക്കറ്റ് നിറയ്ക്കാൻ കൊടുക്കുക എന്നുള്ള പാർട്ടിയുടെ ദൗത്യമാണ്. പാർട്ടി അങ്ങനെ ഒരു സ്നേഹപ്രകടനം അവരോടൊക്കെ തന്നെ ഉണ്ട്. അങ്ങനെ ഉള്ളത് കൊണ്ട് ഇത് ആർക്കോ കുറെ പേർക്ക് കമ്മീഷൻ മറിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആർക്കോ കമ്മീഷൻ മറിച്ചു കൊടുക്കുക എന്നുള്ളതില്ല ഞാൻ ചോദിച്ച കാര്യം. ഈ ആശാ വർക്കർമാർ അല്ല കണ്ണിൽ കാണുന്നില്ല എന്ന് ചോദിച്ചാൽ ഇപ്പോ ഈ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾക്കെതിരെ വന്ന അന്വേഷണത്തിന്റെ കാര്യത്തിൽ ഗോവിന്ദന്റെ അടുത്ത് സംസാരിക്കുമ്പോൾ പത്രക്കാർ സംസാരിക്കുമ്പോൾ ഗോവിന്ദൻ അപ്പോഴും പറയുന്നത് മഴവിൽ സഖ്യം അവിടെ സമരം നടത്തുകയല്ലേ, മഴവിൽ സഖ്യമാണ് ഇപ്പോൾ ഇതെല്ലാം ചെയ്തതെന്നാണ് പറയുന്നത്. ഇതിൽ മറ്റൊന്നുമല്ല, ആശാ വർക്കർമാരുടെ സമരത്തിൽ ഉള്ള ഒരു രാഷ്ട്രീയം. ഇന്നലെ ഇപ്പൊ പ്രീത പറഞ്ഞില്ലേ, ഒരു കമ്മീഷൻ അടുത്ത് ഉണ്ടാക്കിയിട്ട് ഇത്രയും നാൾ അവർ 50 ദിവസമോ 53ാമത്തെ ദിവസമോ 54ാമത്തെ ദിവസമോ അവർ സമരം തുടങ്ങിയിട്ട് ഈ സമരം ഇത്രയും തുടങ്ങിയിട്ട് ഈ 54ാമത്തെ ദിവസവും ഒരു നേരായ ചർച്ച നടത്തി അതിനൊരു കൺക്ലൂഷൻ ഉണ്ടാക്കാൻ ഇവർക്ക് കഴിയാത്തത് കൊണ്ടല്ല. ഇതിനകത്ത് ഒറ്റ കാര്യമേ ഉള്ളൂ, ഇവർക്ക് അതിലൊരു ലാഭം ഉണ്ടാക്കാൻ. ഈ സമരം ഇപ്പോൾ ഇവർ വിജയിച്ചാൽ ആ വിജയം അവരങ്ങ് കൊണ്ടുപോയാൽ പ്രതിപക്ഷ പാർട്ടികളുടെ വിജയമാവില്ലേ? ഇപ്പം ഈ അവസരത്തിൽ ഇപ്പം SUCI എന്ന് പറയുന്ന ഒരു ഇടതുപക്ഷ സംഘടനയാണത്. ആ സംഘടന ഇതിനകത്ത് വന്ന് നിന്ന് അതിനകത്ത് നേതൃത്വം കൊടുക്കുന്നതിൻ്റെ അപകർഷതാ ബോധമാണ് ഈ കാണുന്ന സകല പ്രശ്നങ്ങളുടെയും കാരണം. ഈ കാണുന്ന പ്രശ്നങ്ങൾ അത്രയും. പിന്നെ 2 CITU എന്ന് പറഞ്ഞുകൊണ്ട് ഇവർക്കൊരു ട്രേഡ് യൂണിയൻ ഉണ്ടല്ലോ, ആ ട്രേഡ് യൂണിയൻ എന്ത് ഒലക്കയാണ്, എന്ത് മത്തങ്ങയാണ് ചെയ്തതെന്നുള്ളത് ഇപ്പോൾ വ്യക്തമാവുന്നുണ്ട്. കാര്യം അവർ വെറും പറ്റിപ്പാണ്. അതായത് എവിടെയെല്ലാം തൊഴിലാളികളുണ്ടോ അവിടെയെല്ലാം CITUക്കാരുണ്ട്. ഈ ട്രാൻസ്പോർട്ട് KSRTC CITU എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട്. എൻ്റെ പിതാവ് KSRTCയിൽ ഒരു ജീവനക്കാരനായിരുന്നു. പുള്ളിക്കെല്ലാം പെൻഷൻ കിട്ടാതെ കിടന്ന് ചക്രശ്വാസം വരും. പെൻഷൻ രോഗികളാണ്. അവിടെയും CITU ഉണ്ടായിരുന്നു. എന്നിട്ട് CITU എന്ത് ചെയ്തു? CITU ഒരു ഉണ്ടായും ചെയ്തില്ല. അപ്പം അതേപോലെ ഈ സമരം ഇപ്പം പ്രീതി ചോദിച്ചു ഇവരുടെ കണ്ണിൽ എന്താ മത്ത കുത്തിയിരിക്കണം. ഇവർക്ക് വേറൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഈ സമരം ഇവർ പറയുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും അവർക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. ഇത്രയും ലക്ഷം മുടക്കി കാറ് വാങ്ങാൻ പോകുന്നു. ടൂറിസം വകുപ്പിന്റെ പേരിലായിരിക്കും കാറ് അടുത്ത വാങ്ങാൻ പോകുന്നത്. പിന്നെ ബാക്കി EMS-ന്റെ സ്മൃതി മണ്ഡപം എന്ന് പറയുന്ന കണ്ണൂരുള്ള ഏതോ കൺസ്ട്രക്ഷൻ കമ്പനി ഇപ്പൊ കൈരളിയിലെ ആരുകയാണ്, കൈരളി ചാനലിലെ ഏതോ ഒരാളിനെയാണ് ആദ്യം ഈ വർക്ക് ചെയ്യാൻ ഏൽപ്പിച്ചിരുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പം എന്ത് വന്നാലും ഭരണത്തിലിരിക്കുമ്പോൾ കണ്ണൂരുള്ള കുറേ പേർക്ക് പോക്കറ്റ് നിറയ്ക്കുക. ഇപ്പോൾ പിന്നെ അടുത്ത മന്ത്രിമാരുടെ കാറ് ഇനി അടുത്ത 10 മാസത്തിനകത്ത് ഇനി ആസനം വെക്കാനായിട്ട് അടുത്ത ഇനി വേറൊരു കാറ്
ഏതായാലും ആശാവർക്കർമാരെ സമരത്തിന് കണ്ണ് തുറന്ന് കാണുന്നില്ല എന്ന് ചോദിച്ചാൽ അവിടെ ഇവർ തോറ്റുപോകും. ശരിക്കും തോൽക്കുകയല്ലോ ചേട്ടാ. ഇപ്പോ അവർക്ക് മുമ്പിൽ ഒരു വഴി തുറന്നിട്ടതായിരുന്നു ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളൊക്കെ. അതുപോലും ഏകോപിപ്പിച്ച് അവർ ചെയ്തു കൊടുത്തിരുന്നു. അടുത്ത ഘട്ടമായിട്ട് നമുക്ക് അടുത്ത പടി ഉയർത്താം, നമുക്കത് പരിഗണിക്കാമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ അനുവദിക്കുന്നില്ല. പക്ഷെ ഈഗോ അനുവദിക്കുന്നില്ല. മുഖ്യമന്ത്രി ഇവിടുന്ന് മധുരയില് പിന്നെ പാർട്ടി കോൺഗ്രസിന് പോയി. പാർട്ടി കോൺഗ്രസിന് പോകുന്നതിന് മുമ്പോ ഒരു മണിക്കൂർ അദ്ദേഹത്തിന് ഈ നേതാക്കൾ അദ്ദേഹത്തിന്റെ തൊട്ട് താഴെ നോർത്ത് ബ്ലോക്കിൽ തൊട്ട് താഴെയാണ് ഈ പാവങ്ങൾ കിടക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ വാനോളം പൊക്കത്തിലുള്ള അദ്ദേഹത്തിന്റെ അഹങ്കാരവും ഈഗോയും വെച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ പാവ സ്ത്രീകൾ, അതും സ്ത്രീകളാണ്, അതാണ് ആലോചിക്കേണ്ടത്. ഈ സ്ത്രീകൾ ഇപ്പം 1000 സ്ത്രീകളാണ് അവിടെ സമരം കിടക്കുന്നെങ്കിലും ഈ 1000 സ്ത്രീകളുടെ പിറകെ കേരളത്തിലെ 3.5 കോടി ജനങ്ങളിൽ 70 ലക്ഷം പേരെങ്കിലും ഈ സ്ത്രീകളുടെ പിറകെ ഉണ്ടാകും എന്ന് ഈ പാർട്ടി വൈകിയെങ്കിലും. കാര്യം CPM എന്ന് പറയുന്ന പാർട്ടിക്ക് വൈകിയ ബുദ്ധി ഉണ്ടാവും. ഇതിന്റെ അവസാനം എന്ത് പറ്റുന്നത്, തദ്ദേശ തിരഞ്ഞെടുപ്പിലൊക്കെ വോട്ട് ചോർച്ച വരുമ്പോൾ അന്നേരം ഒരു റിപ്പോർട്ട് വരും, വേണ്ട രീതിയിൽ പരിഗണിക്കാത്തത് കൊണ്ട് വോട്ട് ചോർച്ച. അപ്പോൾ ഒരു പഠന റിപ്പോർട്ട് വരും. അപ്പോൾ ഉടനെ AK സെന്ററിൽ സംസാരിക്കുന്ന നേതാക്കൾ അപ്പോൾ ആസനം കൊണ്ട് എഴുന്നേക്കും. കമ്മിറ്റിയിൽ അപ്പോൾ പറയും അത് അന്ന് അങ്ങനെ ഇടപെട്ടിരുന്നെങ്കിൽ ഇങ്ങനെ ആകുമായിരുന്നില്ല. ഇടപെടേണ്ട സമയത്ത് ഇടപെടണം, അല്ലാതെ അച്ചടി ഭാഷ എല്ലാം കഴിഞ്ഞതിന് ശേഷം പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല.